ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജുപോഡ്. ഇത് നമ്മൾ +1 സോഷ്യോളജിയുടെ പ്രിഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദി അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ഹു സ്റ്റഡിഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സണൽ ഡിഫിക്കൽട്ടീസ് ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ്. സ്വകാര്യ ബുദ്ധിമുട്ടുകളെയും സാമൂഹിക പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിച്ച അമേരിക്കൻ സമൂഹ ശാസ്ത്രജ്ഞനാണ് ആര്? എമിൽ ദുർഖൈം ആണോ, കാൾ മാക്സ് ആണോ, ഇനി സീറൈറ്റ് മിൽസ് ആണോ, അതോ ഹെർബർട്ട് സ്പെൻസർ ആണോ? ഈ 4 ഓപ്ഷൻസ് ആണുള്ളത്. ഈ ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, മിക്കവാറും പ്രതീക്ഷിക്കാം. ഇത് ഈ രീതിയിൽ മാത്രമല്ല, വേണമെങ്കിൽ നേരെ തിരിച്ചും പ്രതീക്ഷിക്കാം. ഇത് എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? സ്വകാര്യ ബുദ്ധിമുട്ടുകളും അതായത് വ്യക്തിപരമായ പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കുന്ന ഒരു കൺസെപ്റ്റ് ഒരു സങ്കല്പം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അതിന്റെ പേര്? അതിന്റെ പേര് യെസ്, ഒന്ന് കമന്റ് ചെയ്തേ. എന്താണ് അതിന്റെ പേര്? ആ ഒരു കൺസെപ്റ്റിന്റെ പേര് എന്താന്നുള്ളത് കമന്റ് ചെയ്തേ. യെസ്, എന്തായിരുന്നു? സമൂഹശാസ്ത്ര സങ്കല്പം അല്ലെ? ഓക്കെ, സമൂഹശാസ്ത്ര സങ്കല്പം എന്നാണ്, അതായത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. യെസ്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നാണ് ആ ഒരു കൺസെപ്റ്റിന്റെ പേര് വരുന്നത്. യെസ്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഓക്കെ, ഇനി ഈ ചോദ്യം ഇവിടെതല്ല. എന്താണ് ഈ ചോദ്യം? ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് ആരാണിത് കണ്ടുപിടിച്ചത്, അതായത് അങ്ങനെ ആ രീതിയിൽ പഠിച്ച അമേരിക്കൻ സമൂഹ ശാസ്ത്രജ്ഞൻ ആരാണ് എന്നുള്ളതാണ്. ഒരു സംശയം വേണ്ട, സീറൈറ്റ് മിൽസ് ആണ്. അപ്പൊ ഈ ഒരു ഏരിയ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. നമുക്ക് ഒരുപാട് വർഷങ്ങളിൽ വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണിത്. സീറൈറ്റ് മിൽസിനെ കുറിച്ചോ അല്ലെങ്കിൽ സമൂഹശാസ്ത്ര സങ്കല്പത്തിനെ കുറിച്ചോ നമുക്ക് മിക്ക വർഷങ്ങളിലും എന്തുണ്ടാവാറുണ്ട്, ചോദ്യങ്ങൾ കാണാറുണ്ട്. ഇനി അടുത്തത് ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ കോമൺ സെൻസ് നോളജ് ആൻഡ് സോഷ്യോളജിക്കൽ നോളജ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്, നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് എന്താണ് കോമൺ സെൻസ് നോളജ് എന്നുള്ളത്? നമുക്ക് സാമാന്യ ബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് കോമൺ സെൻസിക്കലി നമ്മൾ കുറെ കാര്യങ്ങൾ, എന്താണ് അത്? കോമൺ സെൻസിക്കൽ നോളജ് എന്ന് പറയുന്നത് അൺസയന്റിഫിക് ആണ്. അതെന്തല്ല, നാച്ചുറൽ ആയിട്ടുള്ള വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെന്തില്ല, ശാസ്ത്രീയപരമായിട്ടുള്ള അടിത്തറയില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷെ സോഷ്യോളജിക്കൽ നോളജ് എന്ന് പറയുന്നത്, സമൂഹ ശാസ്ത്രപരമായ അറിവ് എന്ന് പറയുന്നത്, അതിനകത്ത് എന്തുണ്ട്? ഇറ്റ് ഇസ് എക്സ്പ്ലനേഷൻ ആൻഡ് ഇറ്റ് ഈസ് സയന്റിഫിക്. അതിന് സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? അതായത് ഒരു കൃത്യമായിട്ടുള്ള വിവരശേഖരണത്തിന്റെയും പഠന രീതിയുടെയും ഒക്കെ ഒരു ചട്ടക്കൂടോടുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്ന കാര്യമാണ് സോഷ്യോളജിക്കൽ നോളജ് എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന അറിവാണ് സോഷ്യോളജിക്കൽ നോളജ് എന്ന് പറയുന്നത്. ആ ഒരു വ്യത്യാസം എന്താന്നുള്ളത് പഠിക്കണം. അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി. എന്തൊക്കെയാണ് സമൂഹശാസ്ത്രത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്? നമുക്ക് +1കാരെ സംബന്ധിച്ച് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് ഒന്നാമത്തെ ചാപ്റ്ററിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് എന്നുള്ളത് സ്കോപ്പ് നിങ്ങൾക്ക് അറിയാലോ. ഇറ്റ് ഇസ് വെരി വൈഡ് ആൻഡ് വാസ്റ്റ് ആണ്. ആൻഡ് ഓൾസോ ഡിഫറെന്റ് ഫീൽഡ് ഓഫ് സൊസൈറ്റിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നാഷണൽ ഇഷ്യൂസ്, ഇന്റർനാഷണൽ ഇഷ്യൂസ് ആൻഡ് ഓൾസോ പേഴ്സണൽ ഇഷ്യൂസ് വരെ, അല്ലെങ്കിൽ ഈ ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ ഗ്രൂപ്പ്സ്? എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്സ്? ആൻഡ് ഓൾസോ ഡിസ്കസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ്. ഇത് നമുക്ക് മിക്ക വർഷങ്ങളിലും ചോദ്യം കാണാറുണ്ട്. എന്താണ് സാമൂഹിക സംഘങ്ങൾ? അതുപോലെ തന്നെ വിവിധ തരം സാമൂഹിക സംഘങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടാണ് പലപ്പോഴും കാണാറുള്ളത്. അപ്പൊ എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്? എന്താണത്? ഇൻഡിവിജ്വൽ കോണ്ടാക്ട് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി 2 or more ആളുകളെ ആണ് നമ്മൾ പലപ്പോഴും എന്തായിട്ട് പറയാറുള്ളത്, ഗ്രൂപ്പുകളായിട്ട് പറയുന്നത്. ഇനി അതിന്റെ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി, പ്രാഥമികവും ദ്വിതീയവുമായിട്ടുള്ള സംഘങ്ങളുണ്ട്. സ്വസംഘങ്ങളും അന്യസംഘങ്ങളും ഉണ്ട്. ഇൻ ഗ്രൂപ്പ്സും ഔട്ട് ഗ്രൂപ്പ്സും ഉണ്ട്. റെഫറൻസ് ഗ്രൂപ്പ്സ് ഉണ്ട്. പിയർ ഗ്രൂപ്പ്സ് ഉണ്ട്. കമ്മ്യൂണിറ്റി ആൻഡ് അസോസിയേഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് സമുദായവും സംഘടനയും ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? ഡിഫറെന്റ് ഫോംസ് ഓഫ് ഗ്രൂപ്പ്സിൽ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സിലൊക്കെ ഇത് ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ഡിഫറെന്റ് ഫോംസ് ഓഫ് മാരേജ്. അതായത് വിവിധ തരത്തിലുള്ള വിവാഹങ്ങളെ കുറിച്ച് വിശദീകരിക്കുക. എന്താണ് വിവിധ രൂപത്തിലുള്ള വിവിധ തരം വിവാഹങ്ങളെ കുറിച്ച്, വിവിധ രൂപങ്ങളിലുള്ള വിവാഹങ്ങളെ കുറിച്ച് വിശദീകരിക്കുക എന്നുള്ളതാണ് അതിന്റെ മലയാളം ചോദ്യം. ഓക്കെ, ഏതൊക്കെയാണ് ഫോംസ് ഓഫ് മാരേജ് എന്ന് പറയുന്നത്? അതിൽ മോണോഗമി ഉണ്ട്, സീരിയൽ മോണോഗമി ഉണ്ട്, പോളിഗമി ഉണ്ട്, പോളിയാൻഡ്രി ഉണ്ട്, പോളിജിനി ഉണ്ട്. ഈ ഒരു മാരേജിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇതിൽ ഇപ്പം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യം ഡിഫറെന്റ് ഫോംസ് ഓഫ് മാരേജ് ആണ്. അതായത് ഫോംസ് ഓഫ് മാരേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള വിവാഹങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്
പറയുന്നത്. അതായത് പങ്കാളികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലുള്ളത്. അതാണ് ഫോംസ് ഓഫ് മാരേജിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത്. മറ്റൊരു വിഭാഗം എന്താണ്? ബേസ്ഡ് ഓൺ റൂൾസ് ഓഫ് മാരേജ്. അതായത് വിവാഹ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുമ്പേ പഠിച്ച എൻഡോഗമി, എക്സോഗമി ഒക്കെ വരുന്നത്. ഇനി പങ്കാളികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയാറുള്ളത് ഏകവിവാഹം, ബഹുവിവാഹം എന്നിവയൊക്കെയാണ്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആൻസർ ചെയ്യേണ്ടത്. ഇനി അതുപോലെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് സോഷ്യൽ ചേഞ്ച്? ലിസ്റ്റ് ഔട്ട് ദ റീസൺസ് ഫോർ സോഷ്യൽ ചേഞ്ച്. സാമൂഹിക മാറ്റം എന്നാൽ എന്ത്? സാമൂഹിക മാറ്റത്തിന്റെ കാരണങ്ങൾ പട്ടികപ്പെടുത്തുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്താണ് സാമൂഹ്യ മാറ്റം എന്നുള്ളത്? അതുപോലെ തന്നെ കോസസ് ഓഫ് സോഷ്യൽ ചേഞ്ചസ്, അതിന് നമ്മൾ കാരണങ്ങളായിട്ട് പറയുന്നത് എൻവയോൺമെന്റൽ ഉണ്ട്, പൊളിറ്റിക്കൽ ഉണ്ട്, ടെക്നിക്കൽ ഉണ്ട്, എക്കണോമിക്കൽ ആൻഡ് കൾച്ചറൽ ഉണ്ട് അല്ലെ. പാരിസ്ഥിതികം, സാങ്കേതികം, സാമ്പത്തികം, രാഷ്ട്രീയം, സാംസ്കാരികം എന്നിങ്ങനെ പലതരത്തിൽ നമുക്ക് സോഷ്യൽ ചേഞ്ചിന്റെ അല്ലെങ്കിൽ സാമൂഹിക മാറ്റത്തിന്റെ കാരണങ്ങളെ കണ്ടെത്താം. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. ഡാഷ് ഈസ് ദ കൺവേർഷൻ ഓഫ് എ പ്രീവിയസ്ലി ലോവർ ക്ലാസ് നൈബർഹുഡ് ഇൻ ടു മിഡിൽ ആൻഡ് അപ്പർ ക്ലാസ് വൺ? ഓപ്ഷൻ എ ജെൻട്രിഫിക്കേഷൻ, ഓപ്ഷൻ ബി ഗെറ്റോയിസേഷൻ, ഓപ്ഷൻ സി ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ഓപ്ഷൻ ഡി സ്ലംസ്. അതായത് കുലീനവൽക്കരണം, ഏകസമുദായവൽക്കരണം, ബന്ധിത സമുദായം, ചേരികൾ. ഈ 4 ഓപ്ഷൻസ് ആണുള്ളത്. താഴ്ന്ന വർഗത്തിൽപ്പെട്ട ഒരു സമുദായം ഉയർന്ന വർഗമായോ മധ്യവർഗമായോ പരിവർത്തനം ചെയ്യുന്നവരെ എന്തു പറയുന്നു? ഈ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഏതെങ്കിലും കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് വളരെയധികം പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരുപാട് ചോദ്യപേപ്പറിൽ പല രീതിയിൽ ഇത് ചില സമയങ്ങളിൽ ഈ 3 കൺസെപ്റ്റുകളെയും വിശദീകരിച്ചുകൊണ്ട് എസ്സേ ആയിട്ട് ചോദിക്കാറുണ്ട്. അങ്ങനെ പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇതുപോലെ വൺ വേർഡ് ആയിട്ട് വരാറുണ്ട്. ഇനി ഇതിന്റെ ആൻസർ എന്താണ്? താഴ്ന്ന വർഗത്തിൽപ്പെട്ട ഒരു സമുദായം ഉയർന്ന വർഗമായിട്ടോ മധ്യവർഗമായിട്ടോ ഉയരുന്നതിനെ നമ്മൾ എന്തായിരുന്നു പറയുന്നത്? ഒന്നുമില്ല, അതിനെയാണ് നമ്മൾ കുലീനവൽക്കരണം അഥവാ ജെൻട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതാണ് കറക്റ്റ് ആൻസർ. കുലീനവൽക്കരണം അഥവാ ജെൻട്രിഫിക്കേഷൻ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് ഓക്കെ, അപ്പൊ ഇതാണ് കുലീനവൽക്കരണം അല്ലെങ്കിൽ ജെൻട്രിഫിക്കേഷൻ ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, ഇതുകൊണ്ട് നോക്കാം. വാട്ട് ആർ ദ മേജർ എൻവയോൺമെന്റൽ ഇഷ്യൂസ്? പ്രധാനപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഏതെല്ലാമാണ്? ഇത് നമുക്ക് എസ്സേ ആയിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങളായിട്ട് പഠിച്ചത്? റിസോഴ്സ് ഡിപ്ലീഷൻ ഉണ്ട്, പൊല്യൂഷൻ ഉണ്ട്, ഗ്ലോബൽ വാർമിംഗ് ഉണ്ട്, ആൻഡ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്, നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് എൻവയോൺമെന്റൽ ഡിസാസ്റ്റേഴ്സ് അല്ലെ, വിഭവ ശോഷണം, മലിനീകരണം, ആഗോളതാപനം, ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് മേജർ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ആയിട്ട് എഴുതാം. ഇനി ചില സമയങ്ങളിൽ ഇതിന്റെ കൂടെ എന്തും കൂടെ ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദി നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്? ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട എന്താ പറയാ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള ദുരന്തങ്ങൾ ഏതൊക്കെയാണുള്ളത്? അപ്പൊ ഈ ചാപ്റ്ററിനെ സംബന്ധിച്ച് നിങ്ങൾ എന്താ വേണ്ടത്? നന്നായിട്ട് വായിക്കണം ഈ ചാപ്റ്റർ. നിങ്ങൾക്ക് നന്നായിട്ടുള്ള വായിച്ചറിവ് ഈ ചാപ്റ്ററിനകത്ത് ഉണ്ടാവണം. എങ്കിലും നമുക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ? എസ്സേ ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് പറയാനുള്ളത്. ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അധിക വർഷങ്ങളിലും ആവർത്തിച്ച് ക്രിസ്മസ് എക്സാമിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഭാഗങ്ങളൊക്കെ മറക്കാതെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ മറ്റ് ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളും ലൈവ് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.